നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ, എനിക്ക് തോന്നുന്നു കഥകളിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ഇഷ്ടം കൂടുതൽ തോന്നുന്ന ഒരാളാണ്. മേജർ രവി സാറിനെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറിൻ്റെ ഓരോ വാക്യങ്ങളും ഓരോ കഥ പോലെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? സച്ച് എ ഗ്രേറ്റ് നറേഷൻ. സാറിൻ്റെ ഓരോ ഇൻ്റർവ്യൂസും നമ്മൾ അത്രയധികം ഇൻട്രസ്റ്റോടുകൂടി, അത്രയധികം ക്യൂരിയോസിറ്റിയോടുകൂടിയാണ് കാണുന്നത്. സോ മേജർ രവി സാറിനെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Major Ravi is a retired Indian Army officer, former National Security Guard commando, film actor and film director. Major Ravi was awarded the Gallantry Medal for his contribution to the fight against terrorism in Punjab and Kashmir. After retiring from the Army, he directed military-oriented films. He made his independent directorial debut in 2006 with Kirti Chakra and won the Kerala State Film Award for Best Screenplay. Also active in social work, Major Ravi is nominated Malalnad TV's second MNTV Film Award through 23. MNTV Film Awards 2023 മേജർ രവി സാറിന് അവാർഡ് നൽകുന്നതിനായി ഏറെ ബഹുമാനപ്പെട്ട ബിഷപ്പ് ബോബി മാത്യുവിനെ ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ രണ്ടുപേരുടെയും ജീവിതത്തിന് കുറച്ച് സാമ്യങ്ങളുണ്ട്. മേജർ രവി സാർ മലനാട് ടിവിയിൽ കുറേ അടുത്ത് സഹകരിച്ചപ്പം ഞങ്ങളുടെ മാധ്യമ സംഘത്തോടൊപ്പം ഈ കഴിഞ്ഞ ഫ്ലഡിൽ അല്ലെങ്കിൽ കോവിഡ് കാലത്ത് അതിനുശേഷം ഉണ്ടായ ദുരന്തങ്ങളായിട്ടുള്ള ഫ്ലഡിലുമൊക്കെ മലനാട് ടിവിയുടെ സംഘത്തോടൊപ്പം ഏറെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ചെല്ലാനം ആ കടപ്പുറ തീരപ്രദേശങ്ങളിലേക്ക് ഞങ്ങളുടെ കൂടെ 2-3 ദിവസം സ്ഥിരം വരുമായിരുന്നു. ശരിക്കും അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ട് അന്നത്തെ സമയത്ത് വളരെ വീക്കാണെങ്കിൽ കൂടി അത്രയും പ്രതിസന്ധി നിറഞ്ഞ ആ സാഹചര്യങ്ങളിൽ ഞങ്ങളോടൊപ്പം കടന്നു വന്നിട്ട് കാറ് നിൽക്കുന്നിടത്തു നിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഫ്ലഡ് എഫക്റ്റഡ് ഏരിയകളെല്ലാം സന്ദർശിച്ചപ്പം ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ പലരും അഭ്യർത്ഥിച്ചു ഒരുപാട് കിറ്റ്, ഞങ്ങളും കിറ്റ് കൊണ്ടുകൊടുത്തു, ഭക്ഷണ സാധനങ്ങളാണ് കൊണ്ടുകൊടുത്തത്. അപ്പം അവർ ചോദിച്ചത് എല്ലാ സംഘടനകളും വന്നിട്ട് കിറ്റുകൾ തരുന്നുണ്ട്, ഞങ്ങൾക്കൊരു മരുന്ന് മേടിക്കണമെങ്കിൽ, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കണമെങ്കിൽ പണം നമ്മുടെ കയ്യിലില്ല, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളെല്ലാം വലയും വെള്ളമൊക്കെ കടൽ കൊണ്ടുപോയി, ഞങ്ങൾക്ക് പണമാണ് സാറേ ആവശ്യമെന്ന് പറഞ്ഞു. സാർ അന്ന് ഞങ്ങളോട് അനൗൺസ് ചെയ്തു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എൻ്റെ പെൻഷൻ്റെ ആ മുഴുവൻ തുകയും ഞാൻ അവർക്ക് വേണ്ടി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് വിതരണം ചെയ്യുന്നത് വാർത്തയാക്കിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഞങ്ങളുടെ അഭ്യർത്ഥന ഉണ്ടായി. അടുത്ത ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി നമ്മളുടെ സജി ചെറിയൻ സാർ, അദ്ദേഹം അന്ന് ഈ തീരപ്രദേശങ്ങളിൽ ജീവിതം വഴിമുട്ടി നിന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചതിന് കാരണക്കാരൻ മേജർ രവി സാറാണ്. ഈ ഒരു വാർത്തയാണ് 2000 രൂപ എന്നും പ്രതിമാസം അവർക്ക് വേണ്ടി നൽകുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച ഘടകം മേജർ രവി സാറിൻ്റെ ആ ഒരു ഇടപെടലാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടനാടിൻ്റെ കുടിവെള്ള പ്രശ്നം അത് ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറിൻ്റെ മുമ്പിലെത്തിക്കുകയും അദ്ദേഹം 300 വീട്ടുകാർക്ക് അവിടുത്തെ വെള്ളം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നൽകി അവർക്ക് അത് തുറന്നു കൊടുക്കുന്നതും ഈ അടുത്ത കാലത്താണ്. അപ്പോൾ സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെ അടുത്തു നിന്ന് കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങളുടെ എഡിറ്റോറിയൽ മേഖലയിലേക്ക് കൂടി ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് ശാരീരിക അസ്വസ്ഥത കാരണം കൂടെ വരാത്തത്. അല്ലാത്തപ്പം നമ്മുടെ സ്റ്റുഡിയോയിലെത്തി മുഴുവൻ ആളുകൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും മേജർ രവി എന്ന് പറയുന്ന ഫിലന്ത്രോഫിസ്റ്റ് ആയിട്ടുള്ള പാട്രിയോട്ടിക് ആയിട്ടുള്ള ചലച്ചിത്ര താരവും ജീവൻ വരെ പണയം കൊടുത്തുകൊണ്ട് നമ്മളുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് വേണ്ടി പോരാടി അവസാനം തിക്താനുഭവം നേരിട്ടതിൻ്റെ പേരിൽ ഒരുപക്ഷെ വിഷമത്തോടുകൂടി അന്ന് പിന്തിരിഞ്ഞ് നടന്ന ഒരു ധീര ജവാനുണ്ട്, NSG കമാൻഡോ ഉണ്ട്. ആ കമാൻഡോയെ വളരെ ബഹുമാനത്തോടുകൂടി രാജ്യത്തിൻ്റെ ഒരു ജീവൻ അർപ്പണം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളെ പോലും കണ്ടിട്ട് അദ്ദേഹം സധൈര്യം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ആ സൈനിക ജീവിതത്തിന് ശേഷം അദ്ദേഹം സധൈര്യം എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വിമർശിച്ചും അവരെ നേരെ വഴിക്ക് നയിച്ചുകൊണ്ടും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് സാറിൻ്റെ രാഷ്ട്രീയം ഏതാണെന്ന്. ഏതാണ് സാറിൻ്റെ രാഷ്ട്രീയം? എൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രമാണ്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എൻ്റെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആർക്കും വേണ്ടി ഞാൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ എൻ്റെ രാഷ്ട്രത്തിന് എഗൻസ്റ്റായിട്ട് സംസാരിക്കുന്ന ഏത് കൊമ്പനായാലും ശരി, ഞാൻ അവനെ എഗൻസ്റ്റ് തന്നെയായിരിക്കും. അതെന്നും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയുടെ കൊടിയെന്ന് ചോദിക്കേണ്ട, എൻ്റെ പ്രൈം കൊടി എന്ന് പറയുന്നത് നാഷണൽ ഫ്ലാഗ്. പിന്നെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ
ഇന്ന് ഇന്ത്യയുടെ പോക്ക് കാണുന്ന സമയത്ത് യെസ്, ഐ ആം വെരി ഹാപ്പി ഹൗ ഇറ്റ് ഈസ് ഗോയിങ്. സോ ഇഫ് സംബഡി ഈസ് ഡൂയിങ് ഗുഡ് ജോബ്, ഐ ആം വിത്ത് ദം. ഇഫ് സംബഡി ഈസ് ഡൂയിങ് ബാഡ് ജോബ്, ഐ വിൽ ബി ടോട്ടലി എഗൻസ്റ്റ്. എനിക്കൊരു ചാനലുണ്ട്, അതേതാണെന്നറിയോ? എൻ്റെ ഫേസ്ബുക്ക് പേജ്. ഞാൻ അവിടെ ഇരുന്ന് വിളിക്കും, നല്ലതും വിളിക്കും ചീത്തയും വിളിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ രാഷ്ട്രീയം. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു അവാർഡ് തന്നതിനും പിന്നെ മലനാടുമായിട്ട് ഞാൻ കുറേ കാലമായിട്ടുള്ള അസോസിയേഷനാണ്. ഈ സമയത്ത് ഞാൻ ജയേഷിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്പർ 1, കഴിഞ്ഞ പ്രാവശ്യം സിദ്ദിഖിന് ഞാൻ ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എനിക്ക് ആരും അവാർഡ് തരാറില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ വാസ് ഷോക്ക്ഡ്. സിദ്ദിഖിനെ പോലുള്ള ഒരാൾക്ക് അവാർഡ് തരാറില്ല എന്നുള്ളത് സിദ്ദിഖ് ഫീൽ ചെയ്തിരിക്കുന്നു. സോ അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു, ലെറ്റ് യു ഗെറ്റ് മെനി മോർ സിദ്ദിഖ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പടച്ച മൂപ്പരെ നേരത്തെ കൊണ്ടുപോയി. ഐ ഫീൽ റിയലി സാഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഹിയർ ആൻഡ് തിങ്ക് അബൌട്ട് ഹിം. ഈസ് നോട്ട് ഹിയർ ടുഡേ. അതേപോലെ തന്നെ അന്ന് സ്റ്റേജിൽ ചിലപ്പം ജയേഷ് മറന്നു കാണുമായിരിക്കും, ഞാനത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അന്നിവിടെ ആർക്കോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,00,000 രൂപ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ടാകും. ഇന്നേ വരെ ജയേഷ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ആ 1 ലക്ഷം അവിടെ തന്നെ ഉണ്ടായിരിക്കും ഞാൻ മരിക്കുന്നവരേക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ തരുമെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ വാങ്ങിച്ചേക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ മരിച്ചുപോയ സിദ്ദീഖ് സാറും ഓരോ 1,00,000 രൂപ വീതം ഒരമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കുവാനായിട്ട് അന്ന് ഓഫർ ചെയ്തിരുന്നു. അവരുടെ വീട്ടിൽ പോയപ്പോൾ അർഹത ഉള്ളൊരു വീട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാഞ്ഞത്. നമ്മൾ പലപ്പോഴും ഒരാൾക്കൊരു കാര്യം ചെയ്യുമ്പം അർഹതയും കൂടെ നോക്കണമല്ലോ. മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നൊരു വീടായതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാഞ്ഞത്. അത് ഉണ്ടെങ്കിൽ അടുത്ത ഒരു നല്ലൊരാൾക്ക് നമുക്ക് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിവേ, എന്തായാലും വളരെ സന്തോഷം.